അപ്പോൾ ആളിതേ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് കിടക്കുകയാണ് കേട്ടോ. 8:30-9 മണിക്കൊക്കെയാണ് അവൾ എണീക്കുന്നത്. 10 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഇഡലിയും വെള്ളച്ചമ്മന്തിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ദോശ, അപ്പം അങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന എന്ത് തന്നെയായാലും അത് തന്നെയാണ് കേട്ടോ അവൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവളുടെ അമ്മൂമ്മയാണ് കേട്ടോ വാരി കൊടുക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അവളുടെ ഫേസിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. നമ്മളിങ്ങനെ നോക്കി നോക്കിയാണ് ആൾ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ സ്പൂണിൽ ഇങ്ങനെ വെള്ളം കൂടെ കോരി കൊടുക്കാറുണ്ടേ. ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തൊരു 1 അവറിനകം വൈറ്റമിൻ D3 കൊടുക്കും കേട്ടോ എന്നും. ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് മറന്നു പോകും. പിന്നെ 12-12:30 ആയപ്പോൾ ഞാനൊരു ആപ്പിൾ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പുട്ടുകുടത്തിൽ വെച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അതിനുശേഷം അതിനെ നന്നായിട്ട് ഇതുപോലെ മിക്സിയിലടിച്ച് പേസ്റ്റാക്കി എടുക്കും. അവൾക്ക് ആപ്പിൾ ഇങ്ങനെ സ്റ്റീം ചെയ്ത് മിക്സിയിലടിച്ച് പേസ്റ്റാക്കി കൊടുക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. അവളത് കഴിച്ചോളും. ചെറിയൊരു പുളിയും മധുരവും അങ്ങനെയുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ തന്നെ ക്യാരറ്റും ഇതുപോലെ സ്റ്റീം ചെയ്ത് മിക്സിയിലടിച്ച് കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാണ്. ക്യാരറ്റ് അവൾ ആപ്പിൾ കഴിക്കുന്ന അത്ര കഴിക്കില്ല, എന്നാലും വളരെ കുറച്ചൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഇതാ 2:30 ആയപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. പരിപ്പ് കറിയും മീനും പപ്പടവും വെള്ളമായിട്ടാണ് അവൾക്ക് കൊടുക്കുന്നത്. പരിപ്പ് കറിയും പപ്പടവും അവൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അവൾ കഴിക്കാറുണ്ട്. മീൻ അതുപോലെ മുള്ളൊക്കെ നന്നായിട്ട് കളഞ്ഞ് കുറേശ്ശെ മീനും കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് വാരി കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്, ഭയങ്കര ചിരിയും സന്തോഷവും. ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക എക്സ്പ്രഷനാണ് അവൾക്ക്. അപ്പോൾ അങ്ങനെ അവളുടെ അമ്മൂമ്മ അതേ ചോറും കൊടുക്കുകയാണ്. ഈവനിങ് 5 മണിയൊക്കെ ആയപ്പോൾ അംഗൻവാടിയിൽ നിന്ന് കിട്ടിയ അമൃതം പൊടി അത് ഞാൻ കുറുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അവൾക്ക് ഇടയ്ക്കൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അമൃതം പൊടി എടുത്തിട്ട് ഒരു 1-1.25 ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ ഇതുപോലൊന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് മാത്രമായിട്ടും കുഞ്ഞുങ്ങൾക്ക് കുറുക്കി കൊടുക്കാറുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് വേവിച്ച ഏത്തമ്പഴം വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് മാത്രമാണ് കേട്ടോ കൊടുക്കുന്നത്. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതുപോലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ നല്ലവണ്ണം ഇതിനെ കുറുക്കി വേണം എടുക്കാനായിട്ട്. ഏകദേശം ഒരു 5 മിനിറ്റ്സ് ഒക്കെ തന്നെ മതിയാവും കേട്ടോ ഇത് നന്നായിട്ട് കുറുകി വരാനായിട്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കൈ വിടാണ്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് വേണം ഇത് നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ റെഡിയായി വരുമ്പോഴത്തേക്ക് ഇത് നല്ല പേസ്റ്റ് മാതിരിയുള്ള ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും കിട്ടുന്നത്. കണ്ടില്ലേ, ഇത് കുഴമ്പ് രൂപത്തിലാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ വാവക്കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുറുക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അവൾക്കത് കൊടുക്കാം. അവൾക്കത് വാരി കൊടുക്കുന്നുണ്ട് അവളുടെ അമ്മൂമ്മ. അവൾക്കിഷ്ടമാണ് കേട്ടോ അമൃതം പൊടി ഇതുപോലെ കുറുക്കി കൊടുക്കുന്നത് അവൾക്കിഷ്ടമാണ്. നമുക്ക് വീട്ടിൽ അമൃതം പൊടി വെച്ചിട്ട് പുട്ട്, ഇലയപ്പം, ബിസ്ക്കറ്റ് പോലുള്ള മറ്റു മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ റെസിപ്പികളൊക്കെ യൂട്യൂബിൽ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്ക് ചൂടുവെള്ളം അവൾക്ക് കൊടുക്കാറുണ്ട്. ഈവനിങ്ങിന് ശേഷം പിന്നെ പാല് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ, താങ്ക് യു.